ശ്രീ വടക്കുംനാഥസ്വാമി ക്ഷേത്രം തൃശ്ശൂർ നഗരത്തിലെ ചെറിയ കുന്നായ തെക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുംനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്മയുടെ ഫ്രണ്ടും ഞാനും അമ്മയും കൂടിയാണ് ഇവിടേക്ക് ഒരു യാത്ര പോകുന്നത്. അപ്പോൾ അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാണ് നമ്മൾ പോകുന്നത്. അമ്മേൻ്റെ ഫ്രണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ആർഭാടം നിറഞ്ഞ ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. ഈ തൃശ്ശൂർ പൂരം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ്റെ തുടക്കം കുറിച്ച തൃശ്ശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളുടെയും ധാരാളം ആളുകൾ വർഷം തോറും തൃശ്ശൂരിൽ എത്താറുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരം ഒന്നും കാണാൻ പറ്റിയില്ല. ബിക്കോസ് നമ്മളുടെ ടൈമിംഗ് ഒന്നും അതല്ലായിരുന്നു. നമ്മളിപ്പോൾ ശനിയാഴ്ച ആയിരുന്നു പോയത്. ആസ് വെൽ ഒടുക്കത്തെ തിരക്കായിരുന്നു തൃശ്ശൂർ പൂരം അമ്പലത്തിൽ. തൃശ്ശൂർ പൂരം അല്ല, വടക്കുംനാഥ ക്ഷേത്രത്തിൽ. പിന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്നുള്ള ഫോട്ടോ മാത്രം എടുക്കാൻ പറ്റുള്ളൂ. ഐ എം വെരി സോറി. ഫോൺ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്തേനെ. അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയും. സോ അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല. നമ്മളുടെ വീണ്ടും യാത്ര നമ്മളിവിടെ തുടങ്ങുകയാണ്. എവിടെ എത്തിയെന്ന് ഒരു പിടുത്തമൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നമ്മൾ പകുതിയും പോകുന്നത്. പകുതി ഐ മീൻ സ്മോൾ ടൈം. അങ്ങനെ എത്തി നേരം കഴിഞ്ഞ് ഞാൻ ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെ എത്തി? നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടോ. ഫസ്റ്റ് ടോൾ റോഡ് ആയിരുന്നു വായിച്ചത്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ടോൾ റോഡ്, അത് തൃശ്ശൂർ സ്ഥലമായി. പിന്നെ എൻ്റെ ഫോൺ നല്ല ഷേക്കായിരുന്നു, ബിക്കോസ് വണ്ടി നടന്ന് കുലുകുമായിരുന്നല്ലോ. തൃശ്ശൂർ സിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതിന് മുമ്പിൽ പോയ സേലം എത്തും. വീട്ടിൽ കൊണ്ട് നമ്മളുടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എത്താറായിട്ടോ. അങ്ങനെ അടുത്തെത്തി കേട്ടോ. അവസാനത്തെ ഇതാണ് നമ്മളുടെ അമ്പലം. അകത്തോട്ടൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റാൻ വെരി സോറി. ബട്ട് എന്നാലും വളരെ ഹ്യൂജായിരുന്നു. പുറത്ത് നോക്കുമ്പോൾ അകത്താണെങ്കിലും വളരെ ഹ്യൂജ്. അപ്പോഴാണ് അവിടെ ശുദ്ധീകരണമായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ഇരുത്തി. അതിന് ഞങ്ങൾ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബോറടിച്ചു. ഒരു 10:45 എന്തായപ്പോഴാണ് അവർ കയറ്റിയത്. സോ ബോറടിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫുൾ ഹ്യൂജ്. ഇത്രയും വലിയൊരു മൈതാനത്താണ് ഈ ഒരു അമ്പലത്തിലും സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിനെക്കാട്ടും വലിയതാണ്. ബട്ട് നമ്മുടെ ഒരു നന്നായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന പോലെ കറക്റ്റായിട്ട് ആയതുണ്ട്. പക്ഷേ അകത്ത് കാണിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാറിൻ്റെ അവിടേക്ക് പോയി ചെരുപ്പ് എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് ദർശനം കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് അറിയൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ബിക്കോസ് വിശന്നിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഭാരത് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചു. വെജ് ബിരിയാണി കേട്ടോ. ഇവർ രണ്ടുപേരുമാണ് നമ്മളുടെ കൂടെ വന്നത്. അമ്മേൻ്റെ ഫ്രണ്ട് രഞ്ജിനി ആൻറ്റി. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ നടന്നു. പിന്നെ എൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇത്. പിന്നെ അവിടെ തന്നെ നമ്മളിവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വയനാട് പോയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ഈ ചാനൽ ഉണ്ടായിരുന്നില്ല. വെരി സോറി. സോ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് മണ്ണൂത്തിക്കാണ്. മണ്ണൂത്തിയിൽ എന്താ പോകണമെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും ചെടിയൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ചെടി എത്തിയപ്പോഴത്തേക്ക് കാക്ടസ് കണ്ടു. തൊടാൻ തോന്നി, പക്ഷെ തൊട്ടില്ല. കാരണം അത് ടെൻഡൻസി ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നി ഈ രണ്ടെണ്ണം കുഴപ്പമില്ല. എനിവേസ് അന്ന് വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു അതൊക്കെ എന്തിനാണ്, വേണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിവേസ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര നമ്മളുടെ വീട്ടിലോട്ട് തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നടുക്ക് വെച്ച് നിർത്തി കരിമ്പ് ജ്യൂസ് കുടിച്ചു. ബട്ട് ഞാൻ അവിടുത്തെ വീഡിയോ എടുത്തില്ല. കരിമ്പ് ജ്യൂസ് ഇത്തിരി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോയി. കരിമ്പ് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടോ. നമ്മൾ തണുത്ത വെള്ളം വാങ്ങിച്ചു. നമ്മൾ പോയേക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ എയർ ഗോൾഡൻ ഇതിലാണ് പോയേക്കുന്നത്. ഗോൾഡ് എന്ന് പറയാൻ പറ്റില്ല, ഗോൾഡ് തന്നെ. അപ്പോൾ നമ്മൾ എയർ ഗോൾഡ് കയറി. അവിടെ എന്തായിരുന്നു ഉള്ളത് എന്ന് എനിക്കൊരു പിടുത്തമില്ല. ആഫ്റ്റർ ദാറ്റ് നമ്മളിത് നന്നായിട്ട് എത്തി. ഇത്രയായിട്ടുണ്ട് സമയം.
ഉറക്കം വീണ്ടും കഴിഞ്ഞു. എനിക്ക് എത്ര ഉറക്കം വന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥലം വേറെ എവിടെയും അല്ല, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് സ്ഥലം. ഇറ്റ് ഇസ് നത്തിങ് ദാറ്റ് എൽസ്, ഇറ്റ് ഇസ് ഇന്ദൽമണി കൊച്ചിൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എത്തിയപ്പോൾ എനിക്ക് നല്ല സന്തോഷം, കാരണം വീടെത്താറായി. ബട്ട് വീടെത്തിയ ട്രിപ്പിൻ്റെ മൂഡ് പോകും. കാരണം ആ വണ്ടിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഓടി നടക്കാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ വീടെത്തിയപ്പോൾ എടുക്കാത്ത വിശപ്പ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പോയി കുളിച്ചും കളിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എന്തായാലും കഴിച്ചിട്ടുണ്ട്. എനിവേസ് ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ.